നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ ബ്രഹ്മ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഞാനിവിടെ ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ 4 മുഖത്തോട് പൂർണ്ണ മുഖമായിട്ട് 4 മുഖത്തോടു കൂടിയിരിക്കുന്ന ഏക ക്ഷേത്രം ഈ തവനൂർ ബ്രഹ്മക്ഷേത്രമാണ്. ബാക്കി ബ്രഹ്മക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ത്രിമൂർത്തി സംഗമം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് താപസന്മാർ ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്ത പ്രദേശമെന്ന രീതിയിൽ പുണ്യമായൊരു സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും ഇതിൻ്റെ ഒരു ചെറിയൊരു ഐതിഹ്യവും പറയുകയാണെങ്കിൽ, പണ്ട് പരശുരാമൻ ഈ ഭാരതപ്പുഴയിൽ കുളിച്ച ശേഷം ബലിതർപ്പണം ചെയ്തതിന് ശേഷം കേരളത്തിൻ്റെ ശ്രേയസ്സിനായിട്ട് ഒരു യാഗം നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ ഈ സ്ഥലത്ത് വന്നിരുന്ന് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനോട് യാഗം നടത്താൻ പറയും. ആ യാഗം നടത്തി പൂർണ്ണമായതിന് ശേഷം ആ യാഗത്തിൻ്റെ അവസാനം ത്രിമൂർത്തികളെല്ലാവരും പ്രത്യക്ഷപ്പെടുകയും ദേവന്മാരും ദേവിമാരും എല്ലാവരും പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഈ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും മറുകരയിൽ വിഷ്ണുവും ലക്ഷ്മിയും ഈ കരയിൽ ശിവനും പാർവതിയാണ് പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്, കൂടുതലും ആൾക്കാർ എത്തുന്നത് തൻ്റെ ജന്മാന്തര പാപങ്ങളുടെ മോക്ഷപ്രാപ്തിക്കായിട്ട്, ജാതകദോഷങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ജാതകം പൂജിക്കാനായിട്ടും സൃഷ്ടികർമ്മങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ അത് ഭഗവാന്റെ നിയോഗം കൂടി ആവശ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങളിൽ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഭഗവാൻ വൈഷ്ണവമായിട്ടാണ് നമ്മളിവിടെ പൂജ കഴിക്കുന്നത്. ഇത് പുഴയുടെ മധ്യഭാഗത്താണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഈ പുഴയുടെ നടുക്കാണ് പീഠം ആയിട്ട് ജലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. ജലത്തിലിരിക്കുന്ന പീഠം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമിയാണ്. ശ്രീപത്മനാഭസ്വാമി ലക്ഷ്മിയും നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനുമായിട്ടിരിക്കുന്ന പ്രതിഷ്ഠയാണ്. ആ പത്മനാഭസ്വാമിയാണ് ആദ്യം പീഠമായിട്ട് പൂജിക്കുന്നത്. ആ പത്മനാഭസ്വാമിയെ പീഠമായിട്ട് പൂജിച്ചിട്ട് ആ പീഠത്തിൽ നിന്നും ആ ഭഗവാന്റെ ബുക്കിൽ നിന്നും വരുന്ന 4 ചതുർമുഖനായിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് പിന്നെ പൂജ കഴിക്കുന്നത്. ആയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും കൂടുതൽ നമുക്ക് ഭക്തജനങ്ങളിലേക്ക് അനുഗ്രഹം കൂടുതലുണ്ടാക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് സന്താനങ്ങളില്ലാത്ത സൃഷ്ടിക്കാണ് കൂടുതൽ വരുന്നത്. മാത്രമല്ല ജാതക ദുരിതങ്ങൾ, തലവിധി മാറും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസവും സത്യമായ സാക്ഷ്യം ആയിട്ട് ഉണ്ടാകുന്നത് അങ്ങനെ തന്നെ. പക്ഷേ ഈ ക്ഷേത്രത്തിലെത്തണമെങ്കിൽ അത് നമ്മൾക്കൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ, ആ ജന്മാന്തര സുഹൃത്തിൻ്റെ മോക്ഷപ്രാപ്തി ആകുമ്പോൾ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മഹിമ. വൈഷ്ണവമായിട്ടുള്ള ആ പൂജയിൽ ആദ്യം അനന്തശൈലിയിൽ കിടക്കുന്ന ശ്രീ പത്മനാഭനെ പൂജ കഴിച്ച് പീഠപൂജ ശക്തിപ്പെടുത്തിയതിന് ശേഷമാണ് ആ താമര ഇതിളിൽ ഉയർന്നു നിൽക്കുന്ന ചതുർമുഖനായ 4 മുഖങ്ങൾ, 4 വേദങ്ങളെ, 4 ഫല പുരുഷാർത്ഥ പ്രധാനമായ കാര്യങ്ങളെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരു ഏറ്റവും മനോഹരമായ ഒരു പൂജാ വിധിയാണ്, പൂജാക്രമമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ അനുബന്ധിച്ചായിട്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും ചരിത്ര പ്രധാനമായ ഒരുപാട് താപസന്മാർ ഇവിടെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടാണ്, തപസ്സന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു ഇത്. അത് ഒടുവിൽ ചുരുക്കം വന്നാണ് തവനൂരായി മാറിയത്. ഒരുപാട് താപസന്മാർ തപസ് ചെയ്ത സ്ഥലമാണ്. മാത്രമല്ല ഇതിൻ്റെ ജനുവരി മാസം മകരമാസത്തിൽ തന്നെ 28 ദിവസം പണ്ട് മാഘമുഖമായിട്ട് ഉത്സവങ്ങൾ കൊണ്ടാടിയിട്ടുള്ള സ്ഥലമാണിത്. ഇപ്പം അതിൻ്റെ പ്രതിദാനം ചെയ്തിട്ട് ഇവിടെ നിളാപൂജയും, കാരണം സരസ്വതിയും പാർവതിയും ലക്ഷ്മിയും ഇവിടെ പുഴയായിട്ട് ഭഗവാന്റെ 3 ഭഗവാന്മാരെയും തഴുകിയാണ് ഒഴുകുന്നത്. ആ ദിവസം സപ്തനദികളെല്ലാം കൂടി സംഗമിച്ച് ഇത് പുണ്യനദിയായിട്ട് ഒഴുകുന്നൊരു ദിവസമാണ് മാഘം. അത്രയ്ക്ക് വിശേഷമായിട്ടുള്ള ഒരു ആഘോഷങ്ങളും കാലങ്ങളുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ആയതുകൊണ്ട് അതാണ് ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വില്ലുമംഗല സ്വാമി ഇവിടെ വില്ലുമംഗല സ്വാമി താമസിക്കുന്ന തറവാടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായിട്ട്
യാത്രാക്ലേശം ശാരീരിക വൈഷമ്യം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ വില്വമംഗല സ്വാമി പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അമ്മ ഇനി യാത്രയാകേണ്ട, അമ്മയ്ക്ക് തൊഴുവാനായിട്ട് ഭഗവാനെ ഞാൻ അതേപോലെ തന്നെ ഇവിടെ കുടിയിരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു ശ്രീകൃഷ്ണ എൻ്റെ പ്രതിഷ്ഠ, ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ ഇവിടെ കഴിച്ച് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ എത്തിപ്പെടുവാനും ഇവിടെ എത്തി ഭഗവാനെ കൊണ്ട് തൊഴുത് നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും അതേപോലെ തന്നെ നമ്മുടെ തലവിധികളെല്ലാം നേരിട്ട് പറയാൻ പറ്റുന്നൊരു ക്ഷേത്രമാണിത്. നേരിട്ട് ഭക്തർക്ക് നേരിട്ട് തൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഭക്തർക്ക് നേരിട്ട് പറഞ്ഞ് ഭഗവാനിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായും പ്രധാനപ്പെട്ടതുമായ ലോകത്തിൽ തന്നെ 4 മുഖമുള്ള ഒരേ ഒരു ബ്രഹ്മക്ഷേത്രമാണ് തവനൂർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നമുക്കിവിടെ എത്തിപ്പെടാൻ വരേണ്ടവർക്ക് ഭാഗ്യമുണ്ടായിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് അല്ല തെക്കു ഭാഗത്തുനിന്നാണെങ്കിലും കാസർഗോഡ് ആ ഭാഗത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾ സാധാരണ എത്തുന്നത് ട്രെയിൻ മാർഗമാണെങ്കിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് തവനൂർ ബസ്സുണ്ട്. തവനൂർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തവനൂർ ഇറങ്ങിയാൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് മാറി പുഴയോട് ചേർന്നാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം കുറ്റിപ്പുറത്തുനിന്ന് 20 മിനിറ്റ് യാത്രയാണ് തവനൂരേക്കുള്ളത്. അവിടെ നിന്ന് തവനൂരിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കുവാനുള്ള ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ എത്തുവാനും ഭഗവാനെ കാണാനും ദർശിക്കാനും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് വേലായുധൻ. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയിൽ ആണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ബ്രഹ്മക്ഷേത്രമാണ്. ഈ ബ്രഹ്മക്ഷേത്രത്തിലെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഞാൻ. 2018 പ്രളയകാലത്ത് ഈ പരിസരം ഒരു തെങ്ങോളം ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം അവിടെ ഉണ്ടായി ഇപ്പുറത്ത് താഴ്ന്ന സ്ഥലമായിരുന്നു. അവിടെ മണൽത്തിട്ട കുന്നുകൂടി കിടന്ന് ഈ കാണുന്ന ഭാരതപ്പുഴയുടെ ഇതിലൊക്കെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ വെള്ളം മൂടി കിടക്കുകയായിരുന്നു. ഇത്രയും കൂടുതൽ ഈ പ്രദേശം കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിട്ടും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയില്ല. അത് നമ്മളുടെ ഒരു ഭഗവാന്റെ ഒരു ശക്തി ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നേരത്തെ പണ്ട് കാലത്ത് ബലികർമ്മം നടത്തിയിരുന്നു. ഇപ്പോൾ ബലികർമ്മം നടത്താനുള്ള സ്വയം ബലിയിട്ട് പോവാറുണ്ട്. പക്ഷേ കർമ്മികളില്ല ഇവിടെ. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പറയിലാണ് നാവാമന്ത ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാവാറുണ്ട്, ആറാട്ട് ഉത്സവം ഉണ്ടാവാറുണ്ട്. ആ ഉത്സവത്തിന് ഞങ്ങളിവിടെ വേനൽക്കാലത്ത് ഇതിൽ നടന്നിട്ടാണ് പോവാറ്. 10 ദിവസത്തെ ഉത്സവമാണ് അവിടെ ഉണ്ടാവാറ്. ആ സമയത്തൊക്കെ ഇവിടെ അന്നത്തെ കാലത്ത് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ബ്രഹ്മക്ഷേത്രം. എന്നാലും അവിടെയാണ് അതിൻ്റെ മെയിനായിട്ട് ഇതുണ്ടായിരുന്നത്. ഇവിടെ ആരും വരാറില്ല. ആ സമയത്ത് ഞങ്ങൾ അവിടെയാണ് ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി കാണും. ഇതിലങ്ങനെയാണ് നടന്നു പോയാൽ മതി ഉത്സവം കാണാൻ. അത്രയും അടുത്താണ്, തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ക്ഷേത്രം ഉള്ളത്. നാവാമന്ത ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നേരത്തെ പോകുകയാണെന്ന് പറഞ്ഞാൽ ഇതിലങ്ങോട്ട് നടന്നു പോയാൽ മതി. മാക്സിമം 1 കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ ചുറ്റി വണ്ടിക്ക് വരണം. അല്ലാതെ ആ ഉത്സവത്തിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ ശേഷം ഞങ്ങൾ ആ ഉത്സവത്തിന് വല്ലപ്പോഴും, മറ്റേത് എല്ലാ ദിവസവും രാത്രിയിൽ പകലും ഉത്സവത്തിന് പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ കുറേ വർഷമായിട്ട് വല്ലപ്പോഴൊക്കെ പോയിട്ട് പങ്കെടുക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്.